തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. Good evening all and welcome to Radio Rang Duty. ഡാൻസ് കളിക്കാൻ ആർക്കും പറ്റും, എന്നാൽ അതിനോടുള്ള പാഷനും ഡെഡിക്കേഷനുമാണ് ഒരാളെ ഒരു ഡാൻസർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ബഹ്റൈനിലെ ഫേമസ് ആയ ഡാൻസേഴ്സിന് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയാണ് റേഡിയോ റംഗ് ദ്യുതി എന്ന ഈ പരിപാടി തുടങ്ങിയത്. ഐ എം ജ്യോത്സ്ന കെ പ്രശാന്ത് ആൻഡ് ഇന്ന് എന്റെ കൂടെ ഇവിടെ ഉള്ളത് ബഹ്റൈനിലെ വളരെ പോപ്പുലർ ആയ റോക്ക് സ്റ്റാർസ് സകലകലാ വല്ലഭരായ നമ്രത ആൻഡ് നിവേദ്യ വിനോദ് ആണ്. So welcome. Thank you. Okay. So ആദ്യം തന്നെ നമുക്കൊരു ഡാൻസുമായി തുടങ്ങാം. അപ്പൊ ആരാണ് ആദ്യം കളിക്കുന്നത്? ഓക്കെ, ഏതാണ് സോങ്? ഷൺമുഖ പ്രിയരാഗം. ഓക്കെ, എന്നാ നമുക്ക് ആ ഡാൻസിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺഡ്. എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എത്ര നവരാത്രികളിലമ്മേ, എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എത്ര നവരാത്രികളിലമ്മേ, നിൻമുഖം തിങ്കളായി പൂനില പാചൊരിഞ്ഞെന്നിൽ വീണലിയുമെൻ ദേവി, മിഥിലയിനിയും പ്രിയ ജനകസുതയെ ഒരു വിരക കഥയാക്കുമോ, പറയുക 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 നീ ഷൺമുഖ പ്രിയരാഗമോ, നിന്നിലെ പ്രേമഭാവമോ, എന്നെ ഞാനാക്കും ഗാനമോ, ഒടുവിലെന്റെ ഹൃദയ തീരമണയുമൊരഴകിത് ഷൺമുഖ പ്രിയരാഗമോ. എത്ര ദുഃഖങ്ങളിനി എത്ര വനവാസം അതിലെത്ര വിധി വിളയാട്ടമിന്നും, എത്ര ദുഃഖങ്ങളിനി എത്ര വനവാസം അതിലെത്ര വിധി വിളയാട്ടമിന്നും, കണ്ണുനീർക്കുമ്പിളിൽ മുത്തുമായി വന്നു നീ മണ്ണി വീണൊരുകുമോ വീണ്ടും, ഷൺമുഖ പ്രിയരാഗമോ, നിന്നിലെ പ്രേമഭാവമോ,
എന്നെ ഞാനാക്കും ഗാനമോ ഒടുവിലെന്റെ ഹൃദയ തീരമഴയുമൊരഴകിത് ഷൺമുഖ പ്രിയരാഗമോ പാദനിത ദാനിതനീ നീ സരിത പദനിത മമ ഷൺമുഖ പ്രിയരാഗമോ പദപ 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 നിഗമ പദനിത ധനിത ധനിത ഗമ പദനിത നിന്നിത നിന്നിത നിമ പദനിത തരകടതിം 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 തകതിമേ തരകടതിം 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 തകതിമേ തരകടതിം 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 തകതിമേ നിദരിത 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 നിദരി നിദരി തരകടതിം സരിഗരി 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 സരിഗ സരിഗ ഗരി സരിഗ തരകടതിം നദിം ആ തരകടതിം നദിം മകരിഗമ തരകടതിം നദിം ആ തരകടതിം നദിം ഗമബ 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 ഗമ Radio Rang Duty, and that was a very powerful dance. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ഡാൻസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഡാൻസ് പഠിക്കുന്നില്ലേ? ഉണ്ടാവും. അപ്പൊ ആരാണ് ഗുരു? ഞങ്ങൾ ആദ്യം പഠിച്ചിരുന്നത് ഞാൻ UKG സ്റ്റാർട്ട് ചെയ്തത്. ഓ, ഓക്കേ. ഞാൻ ഒരു 4 years 3.5 years ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഷീന ചന്ദ്രദാസ് ഓക്കേ. ഷിൻ ടീച്ചറുടെ അടുത്താണ്. പിന്നെ ഞങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് ഷീന ടീച്ചറുടെ അടുത്ത് ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം അരങ്ങേറ്റം ചെയ്തിരുന്നു. ഓക്കേ. അപ്പോഴേക്കും തീരെ ജോയിൻ ചെയ്തു. ഓക്കേ. പിന്നെ ഇപ്പൊ ഞങ്ങള് ഭരതനാട്യവും ഞാൻ കുച്ചിപ്പുടിയും പഠിക്കുന്നത് RLB സന്ധ്യ ടീച്ചറുടെ അടുത്താണ്. ഓക്കേ, ഓക്കേ. പിന്നെ കണ്ടംപററി ഞങ്ങൾ പഠിക്കുന്നത് ഷിബു സർ ഐമാക് ഷിബു സാറിന്റെ അടുത്താണ്. പിന്നെ ഈ സ്കൂളിലൊക്കെ ഗ്രൂപ്പ് ഡാൻസ് സിനിമാറ്റിക്കിനൊക്കെ ഗ്രൂപ്പ് ഡാൻസ് പഠിക്കുന്നത് പ്രശാന്ത് സാറിന്റെ അടുത്ത്. ഓക്കേ, ഓക്കേ. ആൻഡ് രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത്? ആ, സ്കൂളത്തെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഞാൻ ഹയർ ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്. അല്ല, ടീച്ചേഴ്സ് സെയിം അല്ലേ രണ്ടുപേർക്കും? ഞങ്ങൾക്ക് ടീച്ചേഴ്സ്. ഓക്കേ, ഓക്കേ. നൈസ്. ആൻഡ് ഇപ്പൊ കുറെ ഡാൻസ് ഫോംസ് ഒക്കെ പഠിക്കുന്നില്ലേ, അത് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ? എനിക്ക് ഒരു പുതിയ ഡാൻസ് ഫോം വന്നിട്ടുണ്ട്, സ്ട്രീറ്റോ ക്ലാസിക്കൽ. ഓ, ഓക്കേ. അപ്പൊ അത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഷിബു സർ തന്നെയാണ്. ഓക്കേ. അത് എങ്ങനെയാ അത് സ്ട്രീറ്റോ? ക്ലാസിക്കലും ഏകദേശം വെസ്റ്റേണും ക്ലാസിക്കലും ഒരുമിച്ച് ഓക്കേ, ഓക്കേ. മിക്സ് ആയൊരു. ആൻഡ് വാട്ട് അബൌട്ട് യു? ഫേവറേറ്റ് ഡാൻസ് ഫോം? എനിക്ക് സിനിമാറ്റിക് ഇഷ്ടം. ഓക്കേ, ഓക്കേ. സോ എനിവേസ് ഇപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഡാൻസിനെ കുറിച്ച്. ഇനി നമുക്ക് അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. അപ്പൊ അടുത്തത് ആരാണ് ഡാൻസ്? ഓക്കെ, എന്നാൽ നമുക്ക് നിവേദിയയുടെ ഒരു അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺ, യു ആർ വാച്ചിങ് റേഡിയോ റാങ്ക് ഡ്യൂട്ടി. ോ
ദേവാസുരത്തിലെ രേവതി കളിച്ച ഡാൻസ് ആണ് അല്ലേ? ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ് ബൈ നിവേദ്യ. ആൻഡ് ഇനി നമുക്ക് സ്കൂളിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഏത് ക്ലാസ്സിലാണ് രണ്ടുപേരും പഠിക്കുന്നത്? ഞാൻ 7th, ഓക്കെ. ഞാൻ 4th. സ്കൂൾ ഏഷ്യൻ സ്കൂൾ. ഏഷ്യൻ സ്കൂൾ. ഓക്കെ. ആൻഡ് ഇപ്പൊ എങ്ങനെയാണ് എക്സാംസ് ഒക്കെ ഓൺലൈൻ? ഓൺലൈൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര സത്യം പറഞ്ഞ ബോറടി ഒന്നുമില്ല. ഓ, ബോറടി ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പോണമെന്നില്ല. ശരി ശരി. വെറുതെ എക്സാമില് ഓൺലൈൻ ടെസ്റ്റിന് വെറുതെ ഇങ്ങനെ അത് കിട്ടിയാ പോരെ. ഗൂഗിളൊക്കെ ഇല്ലേ? ഓ അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച ചീറ്റ് ചെയ്ത് എക്സാമിലൊന്നും ചീറ്റ് ചെയ്യാൻ പാടില്ല. ബട്ട് യാ, അല്ല മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, എല്ലാത്തിനും ഇങ്ങനെ ആൻസർ ഉണ്ടായിട്ടുണ്ടാവും. ഗസ് ഒക്കെ ചെയ്ത്. ഓക്കെ. ആൻഡ് ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? മാത്സ്. മാത്സ്. വാവ്, മാത്സ് രണ്ടുപേർക്കും. അതെന്താണ് മാത്സിനോട് ഇത്ര താല്പര്യം? പക്ഷെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. I see, that's a very rare answer. സാധാരണ എല്ലാവർക്കും മാത്സിനോട് ഭയങ്കര ഹീറ്റഡ് ആണ്. Anyways, that's great. അപ്പോ വലുതാവുമ്പോ ആരാവണം എന്നാണ് നിങ്ങൾക്ക് മാത്സ് റിലേറ്റഡ്? കളക്ടർ. കളക്ടർ. വാവ് വാവ് വാവ്. ആൻഡ് what about you? ഡാൻസർ. ഡാൻസർ. നൈസ്. എന്നാ പിന്നെ ഡാൻസർ നിവേദ്യ ഒരു അല്ല വേണ്ട. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. ആൻഡ് ഹൂ വിൽ ബി പെർഫോമിംഗ്? ഒരു ഡുവറ്റ്, രണ്ടുപേരും കൂടിയിട്ട്. ഓക്കെ ഓക്കെ. മാളു ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനൽ, ഞങ്ങള് മാളു ചേച്ചിയുടെ കുറെ ഡാൻസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, മാളവിക സുരേഷ് കുമാർ. അപ്പൊ ചേച്ചി കൊറിയോ ചെയ്ത് മണിച്ചിത്രത്താഴിന് തന്നെ 3 ലാംഗ്വേജസ് ഉണ്ട്. ഞങ്ങൾ പഠിച്ച ഒരു വീഡിയോ ഞങ്ങൾ യൂട്യൂബിലിട്ട വീഡിയോ. ഓക്കെ, യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്നാ അതിനെ കുറിച്ച് നമുക്ക് ഈ ഡാൻസ് പെർഫോമൻസിന് ശേഷം അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. സോ നൗ ലെറ്റ്സ് വാച്ച് ദ ഡാൻസ് പെർഫോമൻസ്.
Welcome back to Radio Rang Duty, and that was a wonderful performance by Namrata and Nivedya. അപ്പോൾ നേരത്തെ നമ്മളൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താണ് ചാനൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു? ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ വേണ്ടിട്ട്. ചാനലിന്റെ പേരെന്താണ്? എല്ലാരും വ്യൂവേഴ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്രത വിനോദ് എന്നാണ് ഇപ്പൊ തന്നെ വെച്ചിരിക്കുന്നത്. ആൻഡ് അതിൽ എന്തൊക്കെ വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യാറ്? ഡാൻസ് റിലേറ്റഡ് ആണ്. ഓക്കെ ഓക്കെ. പേര് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മാറ്റും എന്റെ പേര്. ഓക്കെ ഓക്കെ. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. കുറച്ചും കൂടെ വലുതായിട്ട് വേണം അല്ലേ? പിന്നെ പുതിയ ചാനൽ, രണ്ടുപേർക്ക് സെപ്പറേറ്റ് ചാനൽ അല്ലേ? ഓക്കെ സെയിം. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് നൗ വാട്ട് എൽസ്? പിന്നെ നിങ്ങൾക്ക് ഡാൻസ് അല്ലാണ്ട് വേറെ കുറെ മേഖലയിലും, അതാ ഞാൻ ആദ്യം പറഞ്ഞു സകലകലാ വല്ലഭരാണ് ഇവർ. അപ്പോ വേറെ ഡാൻസ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ്? പാട്ട് പാടും, പിന്നെ റെസ്റ്റേഷൻ. ഓക്കെ ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഇവിടെ മോണോ ആക്ട് ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. മോണോ ആക്ട്? വാട്ട് അബൌട്ട് നിവേദ്യ? സെയിം ഡാൻസ്? എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ്. ഓക്കെ. എന്തൊക്കെ കുക്ക് ചെയ്യും? കേസരി, ക്യാരറ്റ് ഹൽവ. ഞാനല്ലേ കുക്ക് ചെയ്യാം? ഞാനും കുക്ക് ചെയ്യും. അയ്യോ ഇവിടെ ഫൈറ്റ് ആവുക. പിന്നെ എന്തൊക്കെ? അപ്പൊ രണ്ടുപേരും കുക്ക് ചെയ്യും? ചേച്ചിക്ക് ഇഷ്ടമല്ല, ചേച്ചി പഠിക്കുന്നതാ ഇഷ്ടം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല വേറെ എന്തൊക്കെ കുക്കിംഗ്? കേസരി സ്വീറ്റ്സ് ആണോ മെയിൻ ഫോക്കസ്? പിന്നെ കഞ്ഞി. കഞ്ഞി. ഓ വാവ് വാവ്. അത് സിമ്പിളാ. കുറച്ച് ചോറ് അറിഞ്ഞിരിക്കേണ്ടതാണ് കഞ്ഞിയൊക്കെ എങ്ങനെ ഉണ്ടാക്കണം. ചായ, ചൂടുവെള്ളം, കട്ടൻ ചായ. കട്ടൻ ചായ. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചായ. കുക്കിംഗ്. പിന്നെ എന്തൊക്കെയാ? ഉഴുന്നുവട, പരിപ്പ് വട. ഓ അപ്പൊ എങ്ങനെയുണ്ട് നമ്രത എന്താ നിവേദയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഒറ്റക്കൊന്നുമല്ല കുക്ക് ചെയ്യാം, അമ്മയും ഞാനൊക്കെ കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല, ചെറിയ കുട്ടിയല്ലേ. ഇപ്പൊ ഏത് ക്ലാസ്? UKG. സോറി സോറി തെറ്റിപ്പോയി. സോറി അതല്ല. ഓക്കെ ഓക്കെ വീട്ടിലേക്ക്. ഓക്കെ 4th സ്റ്റാൻഡേർഡ്. എന്നാലും 4th സ്റ്റാൻഡേർഡും കുഞ്ഞിക്കുട്ടിയാണല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കുറച്ച് അമ്മയുടെ ഹെൽപ്പ്. അത്ര കുഞ്ഞിക്കുട്ടിയാക്കണ്ട. ശരിയാ ശരി, വലിയ ചേച്ചി. ശരി ഓക്കെ ഫൈൻ. എന്നാലും ഞങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ചെറുതാണ്. അപ്പൊ ഓക്കെ. അപ്പൊ ഒരു ഷെഫാണ് ഇവിടെ ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും എനിക്കൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് വേണ്ട. എന്താ വലിയ കരച്ചിലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിവേസ് നമുക്കിനി അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. ആരാണ് നെക്സ്റ്റ് ഡാൻസ് പെർഫോമൻസ്? അതൊരു ഡുവറ്റ് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് രണ്ട് പാട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ പോപ്പുലർ ആയ ഒരു തുമ്പി 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 തുള്ളല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ പപ്പ എന്നും പാടാനുള്ള ഒരു പാട്ടാണ് പച്ചയി നിറമേ. ഓ അപ്പൊ അത് ഗ്രീൻ ഡ്രസ് കിട്ടിയോണ്ട് പ്രിയാൻഡി തുന്നി തന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ ഗ്രീൻ ഡ്രസ് കിട്ടിയോണ്ട് അത് കളിക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഇനി ആ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. യു ആർ വാച്ചിങ് റേഡിയോ റംഗ് ദ്യുതി.
பச்சை நிறமே எனக்கு சம்மதம் தருவே, எனக்கு சம்மதம் தருவே, எனக்கு சம்மதம் தருவே. Welcome back to Radio Rang Duty, and I'm here with Namrata and Nivedya Vinod. ഓക്കെ, അപ്പോൾ കുക്കിംഗ് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, നമ്മുടെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്യാൻ? ഉഴുന്നോടെ പറയും. അതെനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. നിവേദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് ഏതാ? എനിക്ക് ബുൾസയ ഇഷ്ടം. എന്നാ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറ. നമുക്കൊക്കെ ഇനി ട്രൈ ചെയ്യാം എങ്ങനെയാ ഉണ്ടാക്കുന്നത്. നിവേദ്യ, ഷെഫ് നിവേദ്യ പറഞ്ഞു പറ്റുന്ന റെസിപ്പിയാണിത്. അതെ. യാ, ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാക്കുക? ആദ്യം മുട്ട എടുക്ക, യെസ്, സ്പൂൺ വെച്ച് എന്തെങ്കിലും വെച്ച് അങ്ങോട്ട് പൊട്ടിക്ക, ഓക്കെ. എന്നിട്ട് അതിന്റെ ഷെല്ല്, അതെന്താ പറയാ, ഷെൽ, മതി, ഷെൽ. ഷെല്ലല്ല, ഷെല്ല് നമ്മൾ എന്താ, അകത്തുള്ള സംഭവം. അതെ, യോക്ക് യോക്ക് ഓക്കെ ഓക്കെ യോക്ക്. അതെടുത്ത് കുറച്ച് നേരം കുരുമുളകും ഉപ്പൊക്കെ ഇടാ, ഓക്കെ. എന്നിട്ട് കുറച്ച് മറിച്ചിടണം, അതിന് റെഡി. വാവ്, നൈസ് നൈസ്. ഞാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. ഷെഫ് നിവേദ്യ പറഞ്ഞ റെസിപ്പിയാണ് ഇത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോ എനിവേസ് ഇനി നമുക്ക് ഫാമിലിയിലേക്ക് കടക്കാം. അപ്പോ ഫാമിലിനെ കുറിച്ച് എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം? ഞാൻ പറയാം ഫുൾ ടൈം അങ്ങോട്ട് പറഞ്ഞു വിടണം. ശരിയാ, കൊടുക്ക് കുറച്ച് സ്പേസ്. അതെ അതെ, കം ഓൺ, സേ ഫാമിലി. അച്ഛൻ, അമ്മ, ഓക്കെ ഞങ്ങൾ രണ്ടാളും ഓക്കെ. ബഹ്റൈനിൽ മാത്രം. ഓ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉം. നാട്ടിൽ എവിടെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ? അമ്മ തൃശ്ശൂർ, ഞാൻ പപ്പ പാലക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നാടിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? പാടം. പാടം, യെസ് യെസ്, ഓക്കെ. ആൻഡ് ഇനി അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? പപ്പ എഞ്ചിനീയർ, ഓക്കെ. അമ്മ ടൂർ കൺസൾട്ടന്റ്. ടൂർ കൾച്ചർ, ടൂർ കൺസൾട്ടന്റ്. ഓക്കെ ഓക്കെ, ടൂർ കൺസൾട്ടന്റ്. ഓക്കെ ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാൻ സമയമായി. അപ്പോൾ ആരാണ് നെക്സ്റ്റ് പെർഫോമൻസ്? ഒരു സിറ്റിംഗ് കൊറിയോഗ്രാഫി ഞങ്ങൾ രണ്ടുപേരും കൂടി. ഓക്കെ 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 ഓക്കെ. എന്നാൽ നമുക്ക് ഇനി ആ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. ഓക്കെ, സോ യു ആർ വാച്ചിങ് റേഡിയോ റാങ് ഡ്യൂട്ടി ആൻഡ് ലെറ്റ്സ് വാച്ച് ദ ഡാൻസ് പെർഫോമൻസ്. ചിതറിക്കുന്ന ചിന്തകൾ എപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടിച്ചുരുളിലെത്താൻ, പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. Wow, wow, wow. That was such a wonderful performance. താങ്ക് യു. ഇത് എങ്ങനെ സ്വന്തം കൊറിയോഗ്രാഫി ആണോ? ഒരു വീഡിയോ നോക്കി പഠിച്ചതാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ലോക്ക്ഡൌണില് പരിപാടി? ഇപ്പൊ ഈ കൊറോണ തുടങ്ങിയോണ്ട് ഞാനും എന്റെ ഒരു ഫ്രണ്ട് നിവേദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡുവറ്റ് ഓക്കെ ഓക്കെ ഓക്കെ. കുറെ സ്റ്റേജസിൽ ചെയ്തിട്ടുണ്ട്. ഓ, ഏതൊക്കെ സ്റ്റേജസാ പെർഫോമൻസ്? ലൈക്ക് ഇങ്ങനെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അവിടെയും പിന്നെ ചില കോമ്പറ്റീഷൻസ്. ഓക്കെ. ആൻഡ് വേറെ എന്താണ് ലോക്ക്ഡൌൺ പരിപാടികൾ? അതും ഇങ്ങനത്തെ കുക്കിംഗ് തന്നെ. പിന്നെ ഇങ്ങനെ ഓൺലൈൻ കുറെ ഇത് വരുന്നുണ്ടല്ലോ, കോമ്പറ്റീഷൻ വരുന്നുണ്ടല്ലോ, ആ വാക്ക് കിട്ടുന്നില്ല, കോമ്പറ്റീഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അതിന് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭരതനാട്യം, ഫോക്ക്, ഇതൊക്കെ. രണ്ടുപേരും ഒരുമിച്ചാണ് എപ്പോഴും? അല്ലല്ല, ഞാൻ വേറെ ഗ്രൂപ്പിൽ, ദിയ വേറെ ഗ്രൂപ്പിൽ. പിന്നെ ഇനി എന്താ, റേഡിയോ റങ്കിന്റെ വ്യാഴാഴ്ചകളിലുള്ള ചോക്ലേറ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് ബഹ്റൈനിലെ ഫേമസ് ആയിട്ട്, ഐ മീൻ ബഹ്റൈനിലെ പാട്ടുകാർ
കുറെ 18 വയസ്സിന് താഴെയുള്ള പാട്ടുകാരെല്ലാം വന്ന് പാടുന്ന ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ ആ പ്രോഗ്രാം കാണാൻ ആരും മറക്കരുത്. ആൻഡ് ഓൾസോ ഇവിടെ റേഡിയോ റങ്ങിന്റെ പ്രോഗ്രാംസ് പ്രൈം ടൈമിൽ മാത്രമല്ലാണ്ട് ഇതിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കാണാവുന്നതാണ്. ആൻഡ് ആപ്പിൾ യൂസേഴ്സിന് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ പോയി www.radiorang.com എന്ന വെബ്സൈറ്റിൽ പോയാലും ഈ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു നെക്സ്റ്റ് ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ തന്നെ ഡാൻസ് എന്നും എപ്പോഴും എന്ന മലയാളം സിനിമയിലെ ദിത്തി ദിത്തി മഞ്ജു വാര്യർ പെർഫോം ചെയ്ത് ഞാൻ അതേ ഡിറ്റോ നോക്കി പഠിച്ച. ഓക്കെ എന്നാ നമുക്ക് ഇനി ആ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. तद्धीं धन्नत्तद्धिं तद्धीं धन्नाधिं तद्धीं धन्नत्तद्धिं तद्धीं धन्नाधिं तां धन्नतजनु तद्धन्नथां विजनु धन्नतजनु तक्रदं तक्रदं तद्धि तक्रदं धित्तिकि धित्तिकि तै तगदद्धिमि तद्धिमि तै മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകയും ധിത്തികി ധിത്തികി തൈ തകതദ്ധിമി തദ്ധിമി തൈ യദുബാലന്റെ മാറിൽ വന്നാളികൾ ചായുകയും ഒരു പീലി തണ്ടുപോലെ മണിയോട കുഴല് പോലെ അമ്പാടി തുളസി പോലെ നവനീത തളിക പോലെ നവരാഗം യമുന പോലെ രാധേ യാദവ കുലമോലേ കണ്ണനു നീയേ വനമാല രാധേ യാദവ കുലമോലേ കണ്ണനു നീയേ വനമാല. കാർമുകിലോ യാമിനിയോ വാർക്കുടലായി ഭൗമിനി കേതകമോ ചിമ്പകമോ സൗരഭമായി നിന്നുടലിൽ മായാ മനോമയി സഖി സതതം ദേവൻ തരും സുഖം ആയക്കുലം സദാ മുദാ അലിയുനാദം ഭവത്തനം പറയൂ നീ മുരളീരവം നിറയെ പ്രണയമോ രതിഭാവമോ യമുനയിൽ കളഗീതമോ മധുര വിരഹമോ മനലാസ്യമോ യദുകുലപ്രിയേ മുരഹരപ്രിയേ മധുമരാളികേ ധിത്തികി ധിത്തികി തൈ തകതദ്ധിമി തദ്ധിമി തൈ മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകയും ധിത്തികി ധിത്തികി തൈ തകതദ്ധിമി തദ്ധിമി തൈ മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകയും. വെൽക്കം ബാക്ക് ടു റേഡിയോ റാങ്ക് ഡ്യൂട്ടി. ആൻഡ് അത് ഒരു that was a magnificent performance again. താങ്ക് യു. ഓക്കെ ഇനി നാട്ടിലത്തെ കുറിച്ച് ഇനിയും വിശേഷങ്ങൾ ഉണ്ട് അല്ലേ? എന്നാ പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യും. നാട്ടില് അച്ഛമ്മങ്ങള് ക്രിക്കറ്ററാണ്. അച്ഛമ്മങ്ങൾ ഫാദറുടെ സ്മോൾ സിസ്റ്റർ, അച്ഛന്റെ പെങ്ങൾ, അച്ഛൻ പെങ്ങൾ. ഓക്കെ അപ്പോൾ ഇന്ത്യ ബി ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഓക്കെ പിന്നെ അമ്മയും ക്രിക്കറ്റർ ആയിരുന്നു. വാവ്. ഓക്കെ കേരള സ്റ്റേറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു ഫോർ 7 years. വാവ്. ഓക്കെ പിന്നെ അച്ഛമ്മകൾക്ക് പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എക്സെപ്റ്റ് ഒരാളുണ്ട്. അതാരാണ്? ഒരു കാക്കയാണ്. ഓ അതിനെ കുറിച്ച് കൂടുതൽ നിവേദ്യ പറയും. അതെ, കാക്ക. ഓക്കെ എപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ്. ചീഫ് ടിക്കറ്റ് എക്സാമിനർ ആണ് അച്ഛമ്മങ്ങള്. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്നും ഇവിടെ കാക്ക ഇരുന്നിരിക്കും. അപ്പൊ കൂടുതൽ
അഭിപ്രായം അതിനെ കുറിച്ച് അറിയുമ്പോ അതിന് ഇഷ്ടപ്പെടാണ്ട് അത് അങ്ങോട്ട് പറന്നു പോകും. പറഞ്ഞു. അപ്പോ ഇനി നെക്സ്റ്റ് ഡാൻസ് പെർഫോമൻസ് ആരാണ്? നിവേദ്യ. ഓക്കെ, അപ്പൊ ഇനി നിവേദ്യയുടെ അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാം. ബട്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. റേഡിയോ റങ്ങിന്റെ സ്പെഷ്യൽ ഒരു വളരെ റോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടെ റേഡിയോ റങ്ങിന്റെ വകയുണ്ട്. ദാറ്റ് ഈസ് ബൈ RJ Vicky and RJ Fari. So that is a very infotainment program and എല്ലാവരും അത് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. So yeah, and now let's watch the dance performance. ഒരു കാതിലൂല ഞാൻ കണ്ടില്ല, ഒരു കാതിലൂല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയെ ഓർത്തില്ല അകലേ. തിരയിളകിയ മാറിൽ നേരിതാൽ അരയിതിലൊരു ഞാണലുക്കിനാൽ നുരചിതറിയ നൂപുരങ്ങളാലേ കോഴി നീയൊരുക്കുന്നു ഒരു ദേവിയായ ഗ്രാമത്തെ. ഞാനിതിന്റെ തീരത്തെ വനഗോപബാലനാകുന്നു. Welcome back to Radio Rang Duty and I'm here with Namrata and Nivedya. ഹലോ. അപ്പൊ നേരത്തെ ഒരു പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് വേണ്ടി വ്യൂവേഴ്സിന് വേണ്ടി വല്ല പാട്ടുണ്ടോ? റെസിറ്റേഷൻ. ഓക്കെ, ഷുവർ. ശ്രീമുരുകൻ കാട്ടാക്കട എഴുതിയ സൂര്യകാന്തി നോവ്. ഓക്കെ. ഒരു സ്റ്റാൻസ് മറ്റേ സ്റ്റാൻസ് പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ, എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ധവളം പൊഴിഞ്ഞു പോയി. സൂര്യകാന്തിപ്പൂവു ഞാനിന്നുമെൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേക്കയായി, പേടിപ്പെടുത്തുന്ന മൂളലായിരുന്നു ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. കരിം തേടുകൾ കുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ. കനിവുള്ള കർക്കിടക കരിമഴയ്ക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ. പറയുന്ന പരിഹാസലഹരികൾക്കൊപ്പമായി പതിവുള്ള പലസാര വർത്തമാനങ്ങൾ, ഇടയിൽ സഹതാപങ്ങൾ, ഇടിവെട്ടുകൾ, ഇതിൽ മുറിയുന്ന ഹൃദയങ്ങളാരു കണ്ടു. പെണ്ണിന്നു കാവലായി യുഗസംഘശക്തിയിൽ സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട്. പുഴയുണ്ട്, മലയുണ്ട്, കാറ്റുണ്ട്, കടലുണ്ട്, കനിവിന്നു കാവലായി കവിതയുണ്ട്. ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട്. ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി, ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി, വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയായി. That was very beautiful and എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കോർഡിനേഷൻ ആണ് രണ്ടുപേരും തമ്മിൽ. ആ കറക്റ്റ് സമയത്ത് നിർത്തുന്നു, ഒരുമിച്ച് പാടുന്നു. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ആൻഡ് ഇപ്പോ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പാട്ടിലും എല്ലാത്തിലും കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിക്കാണല്ലോ. അത്രയും നല്ല ബ്രില്യൻസോടെയാണ് എല്ലാം പെർഫോം, ഈവൻ ഡാൻസ് ഓൾസോ, ബോത്ത് എല്ലാത്തിലും നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സോ എന്തൊക്കെ അവാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്? അല്ല ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്, ലൈക് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആക്കിയത് ഏത് അവാർഡ്? എനിക്ക്
എനിക്ക് ഡാൻസ് തന്നെ. ഡാൻസിന് കിട്ടിയത്. ഓക്കെ. ദിയക്ക് സമാജത്തിലത്തെ ബാലകലോത്സവം ആ പരിപാടിക്ക് ദിയ ബാലത്തിലകായിരുന്നു. ഓക്കെ. ചേച്ചിനെ കാരനാണ്. ചേച്ചി കാരണം. പിന്നെ ഞാൻ KCLത്തെ ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിരുന്നു, ഗ്രൂപ്പ് 2 ചാമ്പ്യൻ ആയിരുന്നു. ഞാനും. അതെ. അത്രയും നല്ല ടാലന്റ്, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആൻഡ് പിന്നെ വേറെ എന്തൊക്കെ? വേറെ പിന്നെ സാധാരണ കുറെ പ്രൈസസ് തന്നെ വീട്ടിൽ അങ്ങനെ പപ്പ മനസ്സിലായി ഇത് പിരമിഡ് പോലത്തെ അങ്ങനത്തെ ഷെൽഫ് പോലെയാണ് ഉണ്ടാക്കിയത്. എന്നാ പിന്നെ നമുക്ക് അവരുടെ അവാർഡ്സ് ഒന്ന് നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് take a look at all the awards that ഇവർക്ക് കിട്ടിയത്. ഓക്കെ. Welcome back to Radio Rang Duty and I'm here with Namrata and Nivedya Vinod. So Radio Rangന്റെ വെള്ളിയാഴ്ചകളിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്, അവേ ഫ്രം ക്യാമ്പസ് എന്ന് പറഞ്ഞത്. അത് കരിയർ അഡ്വൈസ് റിലേറ്റഡ് ടോപ്പിക്സിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത എപ്പിസോഡിൽ ജോൺ പനക്കൽ സാറിന്റെ വീണ്ടും വിചാരം എന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡ് കൂടി ഉണ്ടാകുന്നതാണ്. അത് എല്ലാവരും അറ്റൻഡ് ചെയ്യണം, കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇനി നമുക്ക് നിങ്ങളുടെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ അല്ലേ, എനിക്ക് ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പൊ ഈ പോസ്റ്റ് ചെയ്യുമ്പോ ഈ കോസ്റ്റ്യൂം, ലൊക്കേഷൻ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാ? അതൊക്കെ ലൈക്ക് ഓരോ ഇങ്ങനെ കാറിൽ പോകുമ്പോ കൊറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണില്ലേ, അതിന്ന് ഇങ്ങനെ ഒഴിവുള്ള ഒരു ഭംഗിയുള്ള ഒരു പ്ലേസ് അങ്ങനെ നോക്കിട്ട്. കോസ്റ്റ്യൂം ചിലതൊക്കെ ഓൾറെഡി ഉണ്ടാവും, ലൈക്ക് ഞങ്ങൾ മുമ്പ് കളിച്ച തന്നെ ഞങ്ങൾ അത് എടുത്തിട്ട് തന്നെ ചെയ്യും. പിന്നെ ചിലതൊക്കെ കാഷ്വൽ കോസ്റ്റ്യൂം തന്നെ. മേക്കപ്പ് ഒക്കെ സാധാരണ റോഷ് മേഷ. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡാൻസ് പെർഫോമൻസിലേക്ക് കടന്നാലോ? ഓക്കെ, ഇനി ആരാണ് ചെയ്യുന്നത്? ഓക്കെ, എന്നാ നമുക്ക് നിവേദ്യയുടെ അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. അത് ഏതാണ് സോങ്? ഫോക്ക് ഡാൻസ്. ഓക്കെ, മലയാളം ഫോക്ക്. എന്നാ ശരി, എന്നാ നമുക്ക് ഇനി ആ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. യു ആർ വാച്ചിങ് റേഡിയോ റങ് ഡ്യൂട്ടി.
to Radio Rang Duty, and I'm here with Namrata and Nivedya. ഹലോ. Okay, പിന്നെ എന്തൊക്കെയാണ് നിവേദിക്ക് എന്തോ പറയണം എന്ന് പറഞ്ഞ് കുറെ നേരം ഇവിടെ ഇരിക്കുന്നു. അത് വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ ഞങ്ങളോട് കുറെ നേരമായി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. ഐ എം ആസ്കിംഗ് ടു യു നൗ. Okay, ശരി. ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഞാൻ കുറച്ച് പകുതി അല്ലേ? ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. അതെ. വേറെ ഏതൊക്കെ നിലകളിലാണ് കഴിവ് കാണിക്കുന്നത്? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും കുക്കിംഗ് ചെറുതായിട്ടൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പാട്ടും പാടും, അതും ചെറുതായിട്ട്, എല്ലാം ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ അത്രയൊക്കെ തന്നെ. പാട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നിവേദ്യ ഇപ്പൊ ചോദിക്കും. ശരി. അപ്പൊ ഇവിടെ ഒരു എ ഹൗസ്, ബി ഹൗസ്. ഓക്കെ, എ ഹൗസിൽ ഒരാണും ബി ഹൗസിൽ ഒരു പെണ്ണും. ഓക്കെ, എപ്പോഴും ഈ ഓഫീസിലൊക്കെ ഈ എ ഹൗസിലത്തെ ആ ബോയ് ഡോക്ടറാണ്. ഓക്കെ, ഈ ഗേള് ഇപ്പഴും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഒരു പണിയുമില്ല. വീട് തുടക്കലും തന്നെ, അതൊരു പണിയല്ലേ, പക്ഷെ കാശ് കിട്ടില്ല, അത്രമാത്രം. അപ്പൊ എപ്പോഴും ഈ എയിലത്തെ ബോയ് ഈ ഗേൾക്ക് വന്ന് ഒരു കീ, ഹൗസ് കീ ഒക്കെ കൊടുത്തിട്ടായിരിക്കും പോവാ. ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോണായിരുന്നു. ഓക്കെ, കീ കൊടുത്തിട്ട് പോയി. എന്നിട്ട് വരുമ്പോ ഒരു പാട്ടാ പാടിയ. ഏത് പാട്ട്? പാട്ട് പാടിയപ്പോ കീ കൊണ്ട് തന്നു. അതെ. എനിക്കൊരു പിടിയില്ല. എന്നൊന്ന് എന്റെ മൊയ്തീനിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. എന്റെ കിതാബിലെ പെണ്ണ്, എന്റെ കിതാബിലെ പെണ്ണ്. വേറെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കുമല്ലേ, ഒരു ഗ്യാപ്പ് വിട്ട്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? വേറെ അധികം വിശേഷങ്ങളൊന്നുമില്ല. ചേച്ചി ഒരു പാട്ട് പറഞ്ഞു, ഭയങ്കര പാട്ടില് ഒരു ലൈന്. ഓക്കെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട്. ഞങ്ങൾ അങ്ങനെ മറക്കുന്നു വിചാരിക്കണ്ട, ഞാൻ ഓർമ്മിപ്പിക്കും. ശരി, അപ്പൊ ഇനി നമുക്കൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. നെക്സ്റ്റ് പെർഫോമൻസ് ഭരതനാട്യം, എന്റെ ബന്ധം. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ദ ഡാൻസ് പെർഫോമൻസ്. இன்னும் என் மனம் அறியாதவர் போல இருந்திடல் நியாயமா யாதவா குத்தக்கத்தி குத்தக்கத்தி கிட்டத்தும் தாம் கிட்ட தாம் தக்கச்சம் தக்கண்ணம் தக்கத்தை தக்கிட்ட தக்கத்தை தக்கச்சம் தக்கண்ணம் தக்கத்தம் தக்கிட்ட தக்கத்தம் தக்கச்சம் தக்கண்ணம் தக்கத்தை தக்கிட்ட தக்கத்தை தக்கச்சம் தக்கண்ணம் தக்கத்தம் தக்கிட்ட தக்கத்தம் தக்கச்சம் தக்கண்ணம் தக்கத்தை தக்கிட்ட தக்கத்தை தக்கச்சம் தக்கண்ணம் தக்கத்தம் தக்கிட்ட தக்கத்தம் தக்கிட்ட தக்கத்தம் கிருதக தரிகதரதீம் தக்கிட்ட தக்கதீம் கிருதக தரிகதம் தாம் கரி தக்கச்சொன்னு தம் தரிகதரதீம் கரி தக்கச்சொன்னு தம் தரிகதம் கரி தக்கச்சொன்னு தம் கிருதக தரிகதம் கரி தக்கச்சொன்னு தம் கிருதக தரிகதம் கரி தக்கச்சொன்னு தம் தச்சம் 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 கரி தக்கச்சொன்னு தச்சம் 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 தரிகதம் தக்கச்சொன்னு தச்சம் தச்சம் தரிகதம் இருந்திடல் நியாயமா
തക്കിടതും തക്കി തകനകജം തരികിട തകതാം താം തകിടതും തീം തകിടതും തും തകിടനം നം തകിടതകി തകനകജം തരികിട തകതാം തകിടതി തകിടതും തകിടനം തകിടതകി തകനകജം തരികിട തകതാം തകിടതി തകിടതും തകിടനം തകിടതകി இன்னும் என் மனம் அறியாதவர் போல இருந்திட நியாயமா யாதவா மாதவா உன்னம் பகின்றதோ இந்நாடகமெல்லாம் மன்னா
സംയുക്ത ആൻഡ് നിവേദ്യ. ഹലോ. ഓക്കെ, അപ്പൊ നിവേദ്യ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ പുറത്ത്? ട്രാവലിംഗ് ഇഷ്ടമാണോ? എങ്ങനെയാ, എവിടേക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് തന്നെ നവംബർ ഡിസംബർ ഈ സമയത്ത് തന്നെ ജോർജിയയിലേക്ക് പോയി. നാഷണൽ ഹോളിഡേസിന്റെ ആ ലീവിന്റെ സമയത്ത് ഒരു 4 ദിവസം ഞങ്ങൾ ജോർജിയയിലേക്ക് പോയി. പിന്നെ അവിടെ പിന്നെ മഞ്ഞ് മൈസും അല്ലേ. ഇപ്രാവശ്യം മിസ് ചെയ്തിണ്ടാവൂലേ എങ്ങനെ ട്രാവലിംഗ്? ഒരു ലൈക് നമ്മളിപ്പോ ഒരു ട്രാവലേഴ്സ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യമല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ സമയത്തല്ലേ പോയപ്പോ ചേച്ചി വിചാരിക്കും മൈസൊക്കെ തൊട്ടേന് ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ആഹാ ആഹാ. അങ്ങനെയല്ലേ? നമ്മുടെ കല്ല് പോലത്തെ അല്ലേ? കല്ല്? ഓക്കെ, കല്ലില്ലേ, അതിന് നമ്മള് ലൈക് സോഫ്റ്റ് കല്ല് പോലെ പറയാം. ഓക്കെ, ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കല്ല് മാറി ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എറിഞ്ഞാ വേദന നല്ല വേദന. ഓക്കെ ഓക്കെ. ആൻഡ് വേറെ നാട്ടില് ഏത് സ്ഥലം നിങ്ങക്ക് ഇഷ്ടം? നേരത്തെ പറഞ്ഞു അമ്മ തൃശ്ശൂർ, അച്ഛൻ പാലക്കാട്. അപ്പൊ അതിൽ ഏത് സ്ഥലം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പാലക്കാട്. രണ്ടുപേർക്കും പാലക്കാട്. അതെന്താ പാലക്കാടിന് ഇത്ര ഇഷ്ടം? അവിടെ കൂടുതൽ കുറെ കസിൻസ് ഉണ്ട്. ഓ ഓക്കെ, കസിൻസ് കാരണം. പിന്നെ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? ഫേമസ് ഫോർ പൂരം. സോ ഇല്ല. ഓക്കെ, എപ്പോഴെങ്കിലും കാണും അല്ലേ? കാരണം തൃശ്ശൂർ ഈ പൂരം നടക്കുന്ന ഏപ്രിൽ മെയ് ആ സമയത്ത്, പക്ഷെ ഞങ്ങൾ പോവാറുള്ള ജൂൺ ജൂലൈ വെക്കേഷൻ സമയത്ത് അവിടെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഇനി നമുക്ക് അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടന്നാലോ? ആരാണ് നെക്സ്റ്റ്? ഓക്കെ, ഇതും മാളി ചേച്ചി തന്നെ കൊറിയോഗ്രാഫ് ചെയ്ത്. ഓക്കെ ഓക്കെ. അല്ല, മാളി ചേച്ചിയുടെ ഒരു ഗുരു കൊറിയോഗ്രാഫ് ചെയ്ത ചേച്ചി യൂട്യൂബിൽ ഇട്ട ഒരു ഡാൻസ് ആണ്. അപ്പൊ ഞാനത് നോക്കി പഠിച്ചിട്ട് വെച്ചതാണ്. എന്നാൽ നമുക്ക് ഇനി ആ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. You're watching Radio Rang Duty.
ഹലോ. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറെ ഡാൻസ് ഒക്കെ ഇപ്പൊ കളിച്ച് കുറച്ച് ടയർഡായി കാണും അല്ലേ? അതെ. എന്നാ പിന്നെ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ, ഏതാ ഗെയിം? ഡംഷറാഡ്സ്, ബട്ട് ലൈക്ക് സോങ്ങിന്റെ പേര് വെച്ചിട്ട്. ഓക്കെ, സോങ്ങിനെ ഐഡന്റിഫൈ ചെയ്യണം. ലൈക്ക് ആക്ട് ചെയ്തിട്ട്. എനിക്കൊരു കൺഫ്യൂഷൻ, അതിന് മീനിങ് എന്താ? എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാട്ടിന്റെ പേരുണ്ടെങ്കിൽ നമ്മളത് അഭിനയിച്ച് കാണിക്കണം. നിങ്ങൾ ഡാൻസേഴ്സ് അല്ലേ, അപ്പൊ പിന്നെ മുദ്രകള്. അപ്പൊ അങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ട് ബാക്കിയുള്ളവർ ഗസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ആരാ പോവാ? എന്നാ ചെറിയ ആളിൽ തുടങ്ങാം. അപ്പോഴത്തേക്ക് നമുക്ക് ചിന്തിച്ചൊക്കെ ആരെങ്കിലും. ഓക്കെ, എന്നാ ചെണ്ടയോ? അല്ലല്ലോ, ഈ ലാംഗ്വേജ് ചെയ്തോ? മലയാളം, തമിഴ്, ഹിന്ദി. ഹിന്ദിയോ? ഹിന്ദി. ശരി. ഓക്കെ. ഞാൻ ഗസ് ചെയ്തു. എനിക്ക് മൈൻഡ് റീഡിങ് അറിയാതുകൊണ്ടാ. ഓക്കെ, ഞാൻ എന്റെ ബ്രെയിൻ ജോണി ഒക്കെ കണ്ടോ? അല്ല, മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ? ശരിക്കും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മലയാളം. മലയാളം. ഓക്കെ. തുമ്പി, പറവ. ഓക്കെ. തുമ്പി, ബേർഡ്, ബട്ടർഫ്ലൈ. ഇപ്പൊ ഞാൻ വീണേ. പ്രാവ്. ഓക്കെ, പ്രാവ്. വാതുക്കല് വലിയൊരു പ്രാവ്. ഓക്കെ. സൂഫിയും സുജാതയും. ഓക്കെ, ഇനി ഞാൻ. മലയാളം. യെസ്. ചെവി, കാത്, ഒരു കാതിലോ. കാത്, കാത്, തുമ്പി, കാത്, തേൻ. യെസ്. കാത്, തേൻ കാതോ? ഓക്കെ, നെക്സ്റ്റ് പറയാം. കാതേൻ. കാതേൻ മഴ. കാത്, തേൻ, മഴ. കാതേൻ മഴ. ദാറ്റ് ഈസ് എ സോങ്. അറിയില്ലെന്ന് തോന്നുന്നു പാട്ട്. Yeah. കാതിൽ തേൻമഴ. എനിവേസ്, ദാറ്റ് വാസ് എ ഫൺ റൗണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡാൻസ് പെർഫോമൻസിലേക്ക് കടന്നാലോ? അടുത്തത് ആരാണ്? എന്നാ പിന്നെ ഞാൻ പറയാം. ചെറിയ ആള്. ചേച്ചി. ഞാൻ എന്റെ ഫോക്ക്. ഓക്കെ. എന്നാ നമുക്ക് ഇനി ആ ഫോക്ക് ഡാൻസ് കാണാം. മകരക്കൊയ്ത്തു വന്നല്ലോ, മലഞ്ചെരുവിലെ മംഗമാർക്കിന്നുത്സവമല്ലോ. മകരക്കൊയ്ത്തിനു കച്ചകെട്ടി തമ്പ്രാന് കാഴ്ച വെച്ചാൽ ഒരു നേരം ചോറുണ്ണാൻ പുന്നല്ല് തരും. തമ്പ്രാൻ മാറനുമൊത്തുണ്ണാൻ പുന്നല്ല് തരും. കരിവള്ളൂർ മലയിലെ തമ്പിരാനെ ഞങ്ങൾ പകലന്തിയോളം കറ്റകെട്ടി. പരിഭവമോർക്കാതെ ഒരു നേരം കഞ്ഞിക്ക് പകരം നീ ഞങ്ങളെ കാക്കേണമേ.
നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ. ഇരവേറെ ചെന്നപ്പോൾ ഒരു പാളത്തൊപ്പിയിൽ കുന്നെല്ലുമായിട്ടു വന്നുമാരൻ കുറുനിറമാറ്റിയൻ കാതിൽ ചൊല്ലി ജന്മിയെ കയ്യേറി നെല്ലു കവർന്നു. ഒരു പിടിക്കഞ്ഞി ഞാൻ കോരിയൊഴിക്കുമ്പോൾ പടികടന്നു വന്നു പോലീസ് തമ്പാനും. അഗ്നിയുടുപ്പിട്ട പോലീസ് ചെന്നായ്ക്കൾ കൊക്കിന്റെ പട്ടയാൽ തല്ലിച്ചതച്ചു. കൊല്ലല്ലേ മാനെ ഒരു നേരം കഞ്ഞിക്ക് വകയില്ലാതടിയങ്ങൾ ചെയ്തതാണേ. പിന്നെയും തല്ലുവാൻ തോക്കുയർത്തുമ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഇറയിൽ നിന്നും മരിവാളെടുത്തു ഞാൻ പെട്ടെന്ന് വെട്ടിയ ചെന്നായേ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. കുറച്ചും കൂടെ ഫാമിലി വിശേഷങ്ങൾ പങ്കിട്ട അതല്ല ഈ ടാലന്റ്, അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഈ ടാലന്റ്, ഈ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അല്ല ഡാൻസ് കളിക്കാൻ, അതിനൊക്കെ ഉള്ള ഈ ടാലന്റ് വീട്ടിൽ നിന്ന് ലൈക് ഫാമിലിയിൽ നിന്നൊക്കെ ആയിരിക്കും കിട്ടുക അല്ലേ? പാട്ട് പപ്പ നല്ലൊരു സിംഗറാണ്. ഓക്കെ. പപ്പ മധു ബാലകൃഷ്ണന്റെ കൂടെ ഉഷ ഉദിപ്പിന്റെ സമയത്തില് ഗസ്റ്റ് ആയിട്ട് വന്നുകൊണ്ട് അവരുടെ കൂടെ പാടിയിട്ടുണ്ട്. അമ്മ അംഗനശ്രീ ആയിട്ടുണ്ട്. ഒരു മീൻസ് ലൈക്ക് സമാജത്തില് അംഗനശ്രീ കൊറേ ടോപ്പിക്സ് കൊടുത്തിട്ട് ഒരു 9 ടോപ്പിക് ആയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മോണോ ആക്ട്, പിന്നെ ഒരെണ്ണം റെസിറ്റേഷൻ, അങ്ങനെ 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 കുറെ. മോണോ ആക്ടില് അമ്മ മറ്റേ കിലുക്കത്തിലത്തെ ജഗതിയാണ് ചെയ്തത്. എന്നാ നിങ്ങൾക്കും അതിലെന്തെങ്കിലുമൊക്കെ മോണോ ആക്ട് ഉണ്ടോ? ഇല്ല, മോണോ ആക്ട് അത്ര ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വേറെ ഓക്കെ. എംസിയുടെ അമ്മയുടെ പേരെന്താ? എന്താ അമ്മയുടെ പേര്? എംസി. എന്റെ അമ്മയുടെ പേര് അനുപമ പ്രശാന്ത്. ഞങ്ങളുടെ അമ്മയുടെ പേര് നികേത വിനോദ്. ഓക്കെ. ആൻഡ് അച്ഛന്റെ പേര്? വിനോദ് തളിയത്ത്. ഓക്കെ. എന്നാ നമുക്ക് ഇനി അടുത്ത ഡാൻസ് പെർഫോമൻസിലേക്ക് കടന്നാലോ? ഓക്കെ. സോ നെക്സ്റ്റ് പെർഫോമൻസ് ആരാ? നിവേദ്യ. ഞങ്ങള് കൊറേ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എല്ലാം കൂടിയിട്ട് മിക്സ് ആയതൊന്ന് കാണിക്കാം. ഓക്കെ, ഷുവർ ഷുവർ. പിന്നെ അതിന്റെ അകത്ത് അമ്മയുണ്ട്. ശരി, എന്നാ നമുക്ക് അത് കാണാം. വെടിവെക്കുന്നു, മരിച്ചു വീഴുന്നു. അയ്യോ എന്റെ ദൈവമേ, നീ വെടിവെച്ചിട്ട് നീ എങ്ങനെയാണ് ചാവണ? നീ മരിച്ചു വീഴാ? ഞാൻ മരിച്ചു വീഴാ? അമ്മേ. ആ ചിരിക്കുന്നു. അയ്യോ നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? കടക്കട. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണയ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്.
നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആരാ നീ? അരി കഴുകാൻ. കഴുകടാ അരി. റേഡിയോ കണ്ടുപിടിച്ചത് யாரு? മാർക്കോണി. மின்சாரத்தை கண்டுபிடிச்சது? തോമസ് ആൽവா എഡിസൺ. டெலிபோனை கண்டுபிடிச்சது? ഗ്രഹാം ബെൽ. விமானத்தை கண்டுபிடிச்சது? ആൽബർട്ട് റൈറ്റ്, വിൽബർ റൈറ്റ്. இந்த உலகத்திலே உனக்கு பிடிச்சது யாரு? എങ്ക അപ്പ. இந்த உலகத்திலே உனக்கு பிடிக்காதது யாரு? ഉങ്ക അപ്പൻ പരദേശിനായ. അവൻ തന്നെ എന്നെ പെറ്റാ. കറക്റ്റാ. ഇവിടെ ആരെ വിളിക്കുന്നത്? അവിടെ അമ്മയുടെ നായരെ. നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ? അവളുടെ അമ്മയുടെ നായരോ? പിന്നെ ഇതുവരെ നീ പറയായിരുന്നത്? ഒരു വരും മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ. അവൾ ആരെ വിളിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം? വെൽക്കം ബാക്ക് ടു റേഡിയോ റങ് ദ്യുതി. ഓക്കെ, പിന്നെ കുറച്ച് മുമ്പ് പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ കരുതി നിങ്ങൾ മറന്നിരിക്കായിരിക്കും വിചാരിച്ച. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ മറക്കില്ലാന്ന്. ശരി, ഓക്കെ. അപ്പൊ ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു മലയാളം പാട്ട് പാടാം. ഞാൻ കുറച്ച് പാടുള്ളൂ, കാരണം എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, ഞാൻ തെറ്റുകളൊക്കെ ഉണ്ടാവും. സോ ഓക്കെ. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളിത്താരോ മധുരമായി പാടും മണിശങ്കുകളായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. അത്രയും മതി. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. മുമ്പത്തെ എപ്പിസോഡിൽ പാടിയില്ല, അത് നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ കാണാറുണ്ട്. സോ നെക്സ്റ്റ് എന്താ? ഡാൻസ് പെർഫോമൻസ്. ഞാൻ പറഞ്ഞില്ലേ സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കൽ പുതിയ അത് ഇന്ത്യസ് ബെസ്റ്റ് ഡാൻസറിലത്തെ ശ്വേത വാര്യർ. ഷീ ഓൺലി ബ്രോട്ട് ദിസ് ഡാൻസ് ഫോം. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് അത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും എന്താണ് ഈ സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കൽ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്രതയുടെ ഒരു സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് കാണാം. तुझ संग बैर लगाया ऐसा, तुझ संग बैर लगाया ऐसा, रहा ना मैं फिर अपने जैसा, हो रहा ना मैं फिर अपने जैसा, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम तेरा नाम, मेरा नाम इश्क, ये लाए इश्क ये मलाले. अंग लगा दे रे, मोहे रंग लगा दे रे, अंग लगा दे रे, मोहे रंग लगा दे रे, मैं तो तेरी जोगनिया तू जोग लगा दे रे.
ബാക്ക് ടു റേഡിയോ റാങ്ക് ദ്യുതി. സോ ഇപ്പൊ നിങ്ങൾ കുറെ ഡാൻസ് ഒക്കെ കളിച്ച് കുറെ ടയർഡ് ആയി കാണുമല്ലേ? അപ്പോ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം ഇനി. ബട്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, because next week we'll be here with another episode of Radio Rang Duty. And also Radio Rang Duty എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. Then you can be the next person over here with me in this car ride. So anyways, yeah, and also എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പൊ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നാടൻ പാട്ടായാലോ? Okay, so here we go. നാടൻ പാട്ട്. തന്തിനദാനാരേ താനാദിനും താരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാദിനും താരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാദിനുന്താരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാദിനുന്താരേ തന്തിനദാനാരേ താനാനാരേ ഒച്ചലുകുത്തി കോളം കലക്കി പെണ്ണ് ഓമന ചാലീന്ന് മീൻ പിടിച്ചേ ഒച്ചല് കുത്തി കോളം കലക്കി പെണ്ണ് ഓമന ചാലീന്ന് മീൻ പിടിച്ചേ തന്തിനദാനാരേ താനാദിനുന്താരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാദിനുന്താരേ തന്തിനദാനാരേ താനാനാരേ ഓടണ്ടട മീനേ ചാടണ്ടട മീനേ ഓടിച്ചാടി കളിക്കണ്ടട മീനേ ഓടിച്ചാടി കളിച്ചൊരു മീനെന്ന് കൂട്ടാഞ്ചട്ടിയിലൊളിച്ചിരുന്നേ തന്തിനദാനാരേ താനാദിനുന്താരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാദിനുന്താരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാനാരേ തന്തിനദാനാരേ താനാനാരേ. That was a wonderful performance. So yeah, ഇതാണ് ഇന്നത്തേക്ക് ഇത്രയും ഉള്ളൂ. So thank you for watching viewers. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി ഫ്രം റേഡിയോ റാങ്ക്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് പിന്നെ പറയാനുള്ള താങ്ക്സ് തന്നെയാണ്. താങ്ക്സ് ടു റേഡിയോ റാങ്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു അവസരം തന്നതിന്. ഇൻവൈറ്റിംഗ് us. And thank you for coming also. താങ്ക് യു. And ഇത്ര അടിപൊളി പെർഫോമൻസ് ഒക്കെ തന്നതിന് we should thank you. ചേച്ചിനെ കാണാൻ ഏതോ ഒരു ആക്ട്രസിനെ പോലെ ഉണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോ. അപ്പോ yeah. ഭാഗ്യം പോലീസൊന്നും പിടിച്ചില്ല അല്ലേ? അപ്പോ thank you for watching and good night. താങ്ക് യു. ബൈ ബൈ. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും